കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഫീഡിൽ ഫാഷൻ ലോകത്തിന്റെ ഓസ്കാർ എന്നറിയപ്പെടുന്ന മെറ്റ് ഗാലയിലെ കാഴ്ചകളായിരിക്കും അല്ലെ. കഴിഞ്ഞ വർഷം ഷാരൂഖ് ഖാൻ, കിയാര, പ്രിയങ്ക ചോപ്ര, ദിൽജിത്ത്, ഇഷ അംബാനി തുടങ്ങിയവരൊക്കെ പങ്കെടുത്തിരുന്നെങ്കിലും സ്പോട്ട്ലൈറ്റ് ഷാരൂഖ് ഖാൻ തന്നെയായിരുന്നു. അതിനോടൊപ്പം തന്നെ ആഗോളതലത്തിൽ ശ്രദ്ധ നേടാൻ ഷാരൂഖിന് കഴിഞ്ഞു. എന്നാൽ ഈ വർഷം മെറ്റ് ഗാലയ്ക്ക് മുന്നോടിയായി ന്യൂയോർക്കിൽ നടന്ന മെറ്റ് ഗാല പ്രീ പാർട്ടിയിലും മെറ്റ് ഗാലയിലും സ്പോട്ട്ലൈറ്റ് ഇഷ അംബാനിയാണ്. 450 മണിക്കൂറിലധികം സമയമെടുത്ത് രൂപകൽപ്പന ചെയ്ത വസ്ത്രം, 300 മണിക്കൂറിലധികം സമയം കൊണ്ട് കൈകൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങൾ. മെറ്റ് ഗാല 2026 മുന്നോടിയായി ന്യൂയോർക്കിൽ നടന്ന പ്രീ പാർട്ടിയിൽ ഇഷ അംബാനി ധരിച്ച വസ്ത്രം ഫാഷൻ ലോകത്ത് വലിയ ശ്രദ്ധ നേടിയിരുന്നു. പ്രശസ്ത ഡിസൈനർ മനീഷ് മൽഹോത്രയും റിലയൻസിന്റെ സ്വദേശ് ബ്രാൻഡും ചേർന്നാണ് ഈ അടിപൊളി സ്ട്രാപ്ലെസ് ഡ്രസ്സ് ഡെവലപ്പ് ചെയ്തത്. മെറ്റ് ഗാലയുടെ ഈ വർഷത്തെ തീമായ കോസ്റ്റ്യൂം ആർട്ടിന് അനുയോജ്യമായ രീതിയിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്നല്ലേ പറയാം. ഇന്ത്യയിലെ 26 വ്യത്യസ്ത പ്രദേശങ്ങളെയും സംസ്കാരങ്ങളെയും റെപ്രസെന്റ് ചെയ്യുന്ന 26 തരം ബോർഡറുകൾ ഈ വസ്ത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എന്നീ ഭാഗങ്ങളിൽ നിന്നുള്ള കരകൗശല വിദ്യകളെ ഒരുമിച്ച് ചേർത്തിരിക്കുന്ന ഒരു ലിവിംഗ് ടേപ്പസ്ട്രി പോലെയാണ് ഈ വസ്ത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പാട്സിഗാര എംബ്രോയിഡറി, മഹേശ്വരി നെയ്ത്ത്, കച്ചോബി, ആരി ഭാരത്, ടില്ല, കന്ത, കാഞ്ചീപുരം സിൽക്ക്, പൈത്താനി, ബനാറസി ബ്രൊക്കേഡ് അങ്ങനെ തുടങ്ങിയ വൈവിധ്യമാർന്ന രീതികൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൂക്കളുടെ ആകൃതിയിലുള്ള ഡയമണ്ട് കമ്മലുകളും ഹാറ്റ് പോലും ധരിച്ചെത്തിയ ഇഷ അംബാനിയുടെ ലുക്കിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഔട്ട് ഓഫ് ജ്വല്ലറി ഡിസൈൻ ചെയ്തിട്ടുള്ള മെജസ്റ്റിക് ലെപ്പാർഡ് കൗച്ച് എന്ന ഹെയർ ഓർണമെന്റ് ആണ്. ഈ ആഭരണം കൈകൊണ്ട് നിർമ്മിക്കാൻ ഏകദേശം 300 മണിക്കൂറിലധികം സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ പാരമ്പര്യത്തെയും സ്ത്രീ ശക്തിയെയും ഒരുപോലെ പ്രതിഫലിപ്പിക്കുന്ന ഈ വസ്ത്രധാരണം ഫാഷൻ പ്രേമികളുടെ വലിയ പ്രശംസയാണ് പിടിച്ചുപറ്റിയത്. ഓരോ ബോർഡറുകളും വ്യത്യസ്തമായ ചരിത്രം പേർന്നവയാണ്. ഇവയെല്ലാം കൂടി ഒത്തുചേരുമ്പോൾ സംസ്കാരത്തിന്റെയും കരകൗശലത്തിന്റെയും ആധുനികതയുടെയും മനോഹരമായൊരു സംയോജനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വസ്ത്രത്തിന്റെ ഘടന മാത്രമല്ല, ഓരോ അറ്റവും കഥ പറയുന്ന ഒന്നാണ്. അതിരുകൾ എങ്ങനെ പരസ്പരം ബന്ധിപ്പിക്കാൻ കഴിയുമെന്നതിന്റെ മികച്ച ഒരു ഉദാഹരണമാണ് ഈ കോസ്റ്റ്യൂം. എന്നാൽ മെറ്റ് ഗാലയിൽ ഡിസൈനർ ഗൗരവ് ഗുപ്തയുടെ ഒരു കസ്റ്റം മെയ്ഡ് സാരിയിലാണ് ഇഷ അംബാനി എത്തിയത്. കൈകൊണ്ട് വരച്ച പിച്ച്വായ് മാതൃകകളും ഗൗരവിന്റെ സിഗ്നേച്ചർ സ്റ്റൈലിലുള്ള കേപ്പും ഈ വസ്ത്രത്തെ വേറിട്ടതാക്കുന്നുണ്ട്. സ്വദേശിലെ തൊഴിലാളികൾ തന്നെയാണ് സ്വർണ്ണ നൂലുകളാൽ ഉപയോഗിച്ച് ഈ സാരി നെയ്തെടുത്തിരിക്കുന്നത്. എന്നാൽ ഈ ലുക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലെ ബ്ലൗസിൽ നൽകിയിരിക്കുന്നത് യഥാർത്ഥ വജ്രങ്ങളാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ബ്ലൗസിന്റെ ബാക്ക് സൈഡ് അലങ്കരിച്ചിരിക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ നിസാമിന്റെ ആഭരണ ശേഖരത്തിൽ ഉണ്ടായിരുന്ന ഒരു സർപ്പേജ് ഉപയോഗിച്ചാണ്. ഇഷ അംബാനി വോഗിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, എന്റെ അമ്മയുടെ ആഭരണങ്ങളാണ് ബ്ലൗസിൽ നിറയെ ഉപയോഗിച്ചിരിക്കുന്നത്. ഡിസൈനർ ഗൗരവ് ഗുപ്ത ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചതനുസരിച്ചാണെങ്കിൽ 1800 ക്യാരറ്റിലധികം വരുന്ന വജ്രങ്ങളും മരതകവും പോൾക്കയും കുന്തനും ഇതിലുണ്ട്. എന്നാൽ അവിടെയും തീരുന്നില്ല ഇഷയുടെ ലുക്കിന്റെ പ്രത്യേകതകൾ. സാരിക്കും ആഭരണങ്ങൾക്കുമൊപ്പം കലയുടെ ഒരു ഭാഗം കൂടിയാണ് ഇഷ അംബാനി റെഡ് കാർപ്പറ്റിൽ കൂടെ കൂട്ടിയത്. പ്രശസ്ത ഇന്ത്യൻ കോണ്ടംപററി ആർട്ടിസ്റ്റ് സുബോധ് ഗുപ്ത നിർമ്മിച്ച ഒരു മാമ്പഴത്തിന്റെ ശില്പം ഒരു ക്രോഷറ്റ് ബാഗിലാണ് അവർ കയ്യിൽ പിടിച്ചിരുന്നത്. എന്നാൽ ആരാധകരുടെ ഇപ്പോഴത്തെ സംശയം അത് ഒറിജിനൽ ഫ്രൂട്ട് ആണോ എന്നാണ്. അത് ഒറിജിനൽ ഫ്രൂട്ട് അല്ല, അതൊരു സ്കൾപ്ചർ ആണ്. നമ്മുടെ ഒരു പാരമ്പര്യം, കലകളൊക്കെ ഫാഷനായി മാറുന്നത് കാണാൻ എന്ത് രസമാണല്ലേ.